കുമ്മനം രാജശേഖരൻ ചേരുന്നുണ്ട്. കുമ്മനം, മറ്റൊരു ഗവർണറും കേരളത്തിൽ ഇങ്ങനെ ഒരു രീതി നടന്നിട്ടില്ല. റബ്ബർ സ്റ്റാമ്പ് അല്ല ഗവർണർ എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങളാണ് തനിക്ക് വലുത്, തനിക്ക് ജനങ്ങളാണ് സുരക്ഷ ഒരുക്കുന്നത്. ജനസുരക്ഷയിലായിരുന്നു ഇന്ന് കോഴിക്കോടിന്റെ മണ്ണിൽ ഗവർണർ സഞ്ചരിച്ചത്. നമ്മുടെ ഭാരത സർക്കാർ തന്നെ എപ്പോഴും പറയാറുണ്ട് സബ്കാ സാത്ത് സബ്കാ വികാസ്. കാരണം ജനങ്ങളോടൊപ്പമാണ് എപ്പോഴും ഭരണകർത്താക്കൾ ജനങ്ങളോടൊപ്പം ആയിരിക്കണം. ജനങ്ങളിൽ നിന്നും അകന്ന് അവരുടെ ഇടയിൽ മതിൽക്കെട്ടുകൾ കെട്ടിപ്പൊക്കുക, വേലികൾ തീർക്കുക എന്ന് പറയുന്നത് ജനങ്ങളും ഭരണാധികാരികളും തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുകയും. പക്ഷെ ഇവിടെ വളരെ മാതൃകാപരമായി ഒരു ജനങ്ങളുമായി ഇടപെട്ടുകൊണ്ട് എങ്ങനെയാണ് ഒരു ഭരണകർത്താവ് പെരുമാറേണ്ടത്, അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരോടൊപ്പം കഴിയാനും അവരുടെ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ നേരിട്ട് കേൾക്കാനും തയ്യാറാകുന്ന ഒരു ജനകീയ ഭരണകർത്താവാണ് എപ്പോഴും ജനങ്ങൾക്ക് ആവശ്യം. കാരണം നമ്മുടെ നാട് ജനാധിപത്യ രാഷ്ട്രമാണ്. ജനങ്ങളാണ് വലുത്. ഒരിക്കൽ പ്രധാനമന്ത്രി തന്നെ ജനങ്ങളാണ് എൻ്റെ ദൈവം. അപ്പോൾ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഭയപ്പെടാതിരിക്കുകയും ജനങ്ങളുടെ പ്രയാസങ്ങൾ കേൾക്കാൻ മനസ്സ് കാണിക്കുകയും ചെയ്യുന്ന ഭരണാധികാരി മാത്രമേ ഒരു നാടിനെ നന്നാക്കാൻ കഴിയൂ. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി അകലങ്ങളിൽ ദന്തഗോപുരത്തിൽ കണ്ണാടിക്കൂട്ടിൽ ഇരിക്കുകയാണ്. ബുള്ളറ്റ് പ്രൂഫ് വണ്ടികളിൽ അദ്ദേഹം ജനങ്ങളിൽ നിന്നും അകന്നു കഴിയുകയാണ്. എത്രത്തോളം അകലാമോ അത്രത്തോളം അകലുകയാണ്. അദ്ദേഹത്തിന് മാധ്യമ പ്രവർത്തകരെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല, അവരോട് നീരസമാണ്. ജനങ്ങളോട് അദ്ദേഹത്തിന് അകലം പാലിക്കുന്നതിലാണ് താല്പര്യം. പക്ഷെ ഒരു ഗവർണർ എങ്ങനെയായിരിക്കണം? കാരണം അദ്ദേഹം ഒരു സംസ്ഥാനത്തിന്റെ പ്രഥമ പൗരനാണ്. അദ്ദേഹത്തിന് തെരുവിലൂടെ നടക്കാൻ ഉള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഒരു കാലമുണ്ടെങ്കിൽ അദ്ദേഹം പിന്നെ ആ സ്ഥാനത്ത് ഇരിക്കേണ്ട കാര്യമില്ല എന്ന് ഉള്ള ഒരു ധ്വനിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തെളിയിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ജനാധിപത്യമുണ്ട്, പൗരാവകാശങ്ങളുണ്ട്, ഭരണാധികാരികൾ ജനങ്ങളോടൊപ്പം കഴിയേണ്ടവരാണ് എന്ന വലിയൊരു മെസ്സേജ്, ഒരു സന്ദേശമാണ് ലോകത്തോട് വിളിച്ചു പറയും. ശരി, വളരെയധികം നന്ദി കുമ്മനം രാജശേഖരൻ പ്രതികരിച്ചല്ലേ.